നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. ഫിഫ വേൾഡ് കപ്പിൽ ബ്രസീൽ സ്കോട്ട്ലൻഡിന്റെ ഏകപക്ഷീയമായ 3 ഗോളുകൾക്ക് തകർത്ത മത്സരത്തിൽ വിനി ജൂനിയറാണ് മിന്നിക്കത്തിയത്. അദ്ദേഹത്തിന്റെ വക ഇരട്ട ഗോളുകൾ, അതിലൊന്ന് ഹെഡർ ഗോളായിരുന്നു. 2 വർഷങ്ങൾക്ക് ശേഷമാണ് വിനി ജൂനിയർ ഒരു ഹെഡർ ഗോൾ നേടുന്നത്. ഈ കാര്യത്തിൽ ആഞ്ചലോട്ടിയോട് ഒരു പ്രോമിസ് കൊടുത്തിരുന്നു. ആഞ്ചലോട്ടി പറഞ്ഞു, നിന്നെക്കൊണ്ടത് പറ്റൂല എന്ന് പറഞ്ഞു. നീ അത് ചെയ്താൽ ഞാനൊരു ഗിഫ്റ്റ് വാങ്ങിത്തരാം എന്ന് ആഞ്ചലോട്ടി പറഞ്ഞിരുന്നു എന്ന് ഇന്ന് കളിയിൽ പ്ലെയർ ഓഫ് ദി മാച്ച് ആയ ശേഷം വിനി ജൂനിയർ വെളിപ്പെടുത്തുന്നു. വിനിയുടെ കളിക്ക് ശേഷമുള്ള പ്രതികരണം നമ്മൾ നോക്കിയാണ്. ഇനിയിപ്പോൾ റൗണ്ട് ഓഫ് 32 എതിരാളികൾ ആരായാലും പ്രശ്നമില്ല എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ വിശദമായ വാക്കുകളിലേക്ക് പോകാം. അദ്ദേഹം പറയുന്നു, തീർച്ചയായിട്ടും ഞാൻ വളരെ ഹാപ്പിയാണ്. ഈ ഗോളുകൾ ടീമിനെ സഹായിക്കാൻ കഴിഞ്ഞു ഗോളുകളിലൂടെ എന്നുള്ളതിൽ ഞാൻ വളരെ ഹാപ്പിയാണ്. ഇന്ന് ഞാനൊരു ഹെഡർ ഗോൾ നേടി. ഞാൻ കോച്ചിനോട് ഇങ്ങനൊരു പ്രോമിസ് കൊടുത്തിരുന്നു, ഞാനൊരു ഹെഡർ ഗോൾ നേടുമെന്ന്. അപ്പോൾ ആ സമയത്ത് അദ്ദേഹം പറഞ്ഞത്, അത് ഇമ്പോസിബിൾ ആണ്, നിന്നെക്കൊണ്ട് പറ്റൂല, നീ അത് ചെയ്താലും ഞാനൊരു ഗിഫ്റ്റ് തരാമെന്നാണ് പറഞ്ഞത്. ഞാനിപ്പോൾ ആ ഗിഫ്റ്റിന് വെയിറ്റ് ചെയ്യുകയാണ്. ഏതായാലും ഞാൻ വളരെയധികം ഹാപ്പിയാണ്. പക്ഷേ ഹാപ്പിയാണെന്ന് പറയുമ്പോഴും നിലത്ത് കാലുറപ്പിച്ച് നിൽക്കുക, ആ ഒരു ആവേശം കൊണ്ട് അങ്ങ് പൊങ്ങിപ്പോകുന്നില്ല എന്നുകൂടി വിനി ജൂനിയർ പറയുന്നുണ്ട്. പിന്നീട് അദ്ദേഹം പറയുന്ന ഒരു കാര്യം, ഇത് ബ്രസീലിയൻ ദേശീയ ടീമിൻ്റെ ഈ വേൾഡ് കപ്പിലെ പ്രകടനങ്ങളിൽ ഏറ്റവും മികച്ച ഒന്നാണ് എന്നാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹം പറയുന്നു, തീർച്ചയായിട്ടും ഈ ആദ്യഘട്ടം, വേൾഡ് കപ്പിൻ്റെ ആദ്യഘട്ടം കോമ്പറ്റീഷൻ എങ്ങനെ പുരോഗമിക്കും എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഒന്നാണ്. ഞങ്ങൾ വളരെ നല്ല 2 മത്സരങ്ങൾ കളിച്ചു. ഞങ്ങളുടെ ഫസ്റ്റ് മത്സരത്തിന് ശേഷം മികച്ച 2 മത്സരങ്ങളാണ് ഞങ്ങൾ കളിച്ചത്. അത് ഞങ്ങളുടെ കോൺഫിഡൻസ് വർദ്ധിപ്പിച്ചിട്ടുണ്ട് എന്നുകൂടി വിനി ജൂനിയർ പറയുന്നു. വിനി ഏറ്റവും ഒടുവിൽ ഹെഡർ ഗോൾ നേടിയത് 2024 മാർച്ച് 2 റയൽ മാഡ്രിഡും വലൻസിയയും തമ്മിൽ നടന്ന മത്സരത്തിൽ വലൻസിയയുടെ മൈതാനത്ത് വെച്ചായിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ ഒരു ഹെഡർ ഗോൾ നേടുന്നത്. അതിൻ്റെ ഒരു ആവേശം അദ്ദേഹത്തിലുണ്ട്. ഏതായാലും എതിരാളി ആരാവും? നെതർലൻഡ്സ് ആകുമോ, അതല്ല ജപ്പാൻ ആകുമോ? ഇങ്ങനെ ചർച്ചകൾ വരുമ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞങ്ങളല്ലല്ലോ എതിരാളികളെ ചൂസ് ചെയ്യുന്നത്, ഞങ്ങളല്ലല്ലോ തീരുമാനിക്കുന്നത്, സെലക്ട് ചെയ്യുന്നത് ഞങ്ങളല്ല. അപ്പോൾ ഹൂ എവർ കംസ് വി ഹാവ് ടു ബി പ്രിപ്പയർഡ് എന്ന് അദ്ദേഹം പറയുന്നു. ആര് വന്നാലും, റൗണ്ട് ഓഫ് 32 ആര് വന്നാലും ഞങ്ങൾ പ്രിപ്പയർഡ് ആയിരിക്കണം എന്നാണ് വിനിയുടെ പ്രതികരണം. ഏതായാലും ബ്രസീൽ മികച്ച രൂപത്തിൽ പ്രിപ്പയർഡ് ആയിക്കൊണ്ട് അടുത്ത മത്സരം കളിക്കുമെന്ന പ്രതീക്ഷയിൽ ആരാധകർ കാത്തിരിക്കുന്നു. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.